ഹലോ അസ്സാം വലൈക്കും. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ മക്കളെ, എന്താണ് വർത്താനം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മളും സുഖമായിട്ട് പോകുന്നു, അൽഹംദുലില്ലാ. അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ എല്ലാവരും ഒന്ന് ഫുള്ളായിട്ടൊന്ന് കണ്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്നത്തേത് ഒരു റെസിപ്പിയാണ് കേട്ടോ. കയ്പ കൊണ്ട് ഒരു അടിപൊളി കറിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എത്ര ചോറ് തിന്നാലും മതി വരൂല കേട്ടോ, അത്രക്കും ടേസ്റ്റാണ്. അപ്പോൾ കയ്പ കൊണ്ട് കറി എന്ന് പറയാൻ പറ്റില്ല, വെള്ളമൊക്കെ കുറഞ്ഞിട്ടുള്ളൊരു ഗ്രേവി പോലത്തെ ഒരു കൂട്ടാനാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ഒരു ഏകദേശം ഒരു അച്ചാറിൻ്റെ ടേസ്റ്റിലാണ് ഇത് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ അച്ചാറിനെ എങ്ങനെ അരിഞ്ഞെടുക്കുക, അതുപോലെ എല്ലാ സംഭവങ്ങളും അരിഞ്ഞ് വെക്കുക. ഞാൻ ഒരു കയ്പങ്ങ അച്ചാറിന് നമ്മൾ മാങ്ങയും ചെറുനാരങ്ങയൊക്കെ ചെറുതാക്കി അരിയില്ലേ, അതുപോലെ കയ്പ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ തക്കാളി അതുപോലെ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 10 അല്ലി ചെറിയുള്ളി കേട്ടോ. പിന്നെ നമുക്ക് പാകത്തിന് പച്ചമുളകും ചെറുതാക്കി അരിഞ്ഞിടുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അതും ചതച്ച് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദാ നമ്മൾ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ആദ്യം തന്നെ ഉലുവ ഇട്ട് കൊടുത്ത് പിന്നെ ഒരു നുള്ള് കടുക് ഇട്ട് കൊടുത്ത് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തിന് നമ്മൾ ചെറിയുള്ളി ഉണ്ടല്ലോ, അത് ഞാൻ അരിഞ്ഞ് വെച്ചതല്ല കേട്ടോ, അത് അറിയാതെ പറഞ്ഞു പോയതാണ്. ഞാൻ എല്ലാത്തിലും അരിഞ്ഞ് ഇടലുണ്ട്, ചിലതിന് ചതച്ചിടലുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ കറിക്ക് ചതച്ചിടുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു 10 അല്ലി ചെറിയുള്ളിയൊക്കെ എടുത്തുകൊണ്ട് നല്ലോണം അങ്ങോട്ട് ചതച്ചെടുക്കുക. ഞാൻ അമ്മിമേലൊന്ന് ഒതുക്കിയതാണ് കേട്ടോ, അരിഞ്ഞതല്ല. അപ്പോൾ നമുക്ക് 10-10ലധികമോ ആയാലും കുഴപ്പമില്ല കേട്ടോ. എൻ്റെ ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ആയതുകൊണ്ട് ഞാൻ കുറച്ച് അധികം തന്നെ എടുത്തിട്ടുണ്ട്. അത് ചെറിയതായതുകൊണ്ട് അത്ര അങ്ങോട്ട് തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ എല്ലാം തൊലിയൊക്കെ കളഞ്ഞ് നല്ലോണം ചതച്ച് നമ്മളിതാ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുത്ത ശേഷം അതും ഇട്ട് കൊടുത്ത് ഒന്ന് ചെറുതായി മൂപ്പിച്ച ശേഷം നമ്മളിതാ തക്കാളിയും പച്ചമുളകും ഒന്നിച്ചങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലോണം വാടി വരട്ടെ. അതിനുശേഷം ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതൊന്ന് ഇളക്കിയിട്ട് ലേശം ഉപ്പ് ഇട്ട് കൊടുത്തുകൊണ്ട് അടച്ച് വെക്കണം കേട്ടോ. അപ്പോൾ അടച്ച് വെക്കുമ്പം ഒന്നും നല്ലോണം വെന്ത് വരും. അപ്പോൾ നമ്മൾ തക്കാളിയും പച്ചമുളകും എല്ലാം ഒന്ന് നല്ലോണം വെന്ത് വരട്ടെ. അതിന് ശേഷമാണ് നമുക്ക് ബാക്കിയുള്ള പരിപാടികൾ കേട്ടോ. ഈ ഒരു കയ്പ കൊണ്ട് ഇതുപോലൊരു കറി വെച്ചാലുണ്ടല്ലോ റബ്ബേ, വേറൊരു കൂട്ടാനും വേണ്ട കേട്ടോ, അത്രക്കും ടേസ്റ്റാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ദാ നമ്മൾ തക്കാളിയൊക്കെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ പോയി. അപ്പോൾ നമ്മൾ ഉപ്പിട്ടതൊന്നും നമ്മൾ കണ്ടില്ല കേട്ടോ, നമ്മളിങ്ങനെ നോക്കിയിട്ടൊന്നും കണ്ടില്ല. അപ്പോൾ പിന്നെയാണ് നോക്കുമ്പം ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളകും തക്കാളിയൊക്കെ ഇട്ട ശേഷം നമ്മൾ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ തക്കാളിയൊക്കെ നല്ലോണം വാടി വന്നിട്ടുണ്ട്. അപ്പം നമ്മളിത് 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മളൊരു 3/4 സ്പൂണ് മുളകും പൊടി ഇട്ട് കൊടുക്കുകയാണ്. അതിന് ശേഷം ഒന്ന് നല്ലോണം ഇളക്കി യോജിപ്പിച്ച ശേഷം നമ്മളിതാ ആ വെളിച്ചെണ്ണയിലുണ്ടല്ലോ ആ മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്നിങ്ങനെ മൂത്ത് വരുമ്പം അതിനൊരു പ്രത്യേക സ്മെല്ലാണ് കേട്ടോ. ഞാനിപ്പോൾ അധികം എന്ത് കറി വെക്കുകയാണെങ്കിലും അങ്ങനെയാണ് കേട്ടോ കറി വെക്കൽ. ഇങ്ങനെ ഈ മുളകിട്ടതും ചാലിച്ചതും ഒക്കെ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഇതാ ഇനി നമ്മളെ അച്ചാർക്ക് പരുവത്തിൽ മുറിച്ച് വെച്ച ചെറിയ കുനുകുനാന്ന് അരിഞ്ഞ് വെച്ച നമ്മളെ കയ്പുണ്ടല്ലോ അതും അതിലേക്ക് ഇട്ട് കൊടുത്തുകൊണ്ട് നല്ലോണം അങ്ങോട്ട് ഇളക്കി യോജിപ്പിക്കട്ടോ. അപ്പം തക്കാളിയും പച്ചമുളകും ഒക്കെ ഇളക്കാൻ സുഖം ഈ ഒരു സംഭവം കൊണ്ടാണ് കേട്ടോ. പക്ഷേ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടാൽ പിന്നെ അതങ്ങോട്ട് ഇളകി അങ്ങോട്ട് കിട്ടൂല. പിന്നെ നമ്മൾ കയ്യിലും കോരിയൊക്കെ അങ്ങോട്ട് മാറ്റും കേട്ടോ. പിന്നെ അതാ നല്ലോണം നമ്മളെ കയ്പ ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ മസാലകളൊക്കെ അതിലേക്ക് അങ്ങോട്ട് യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ഒരു കോരിക്ക് ലേശം 2-3 സ്പൂണ് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. 2 കോരി വെള്ളം ഒഴിച്ച് കൊടുക്കുക. നമ്മളൊരു അധികമൊന്നും വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ. ഈ കയ്പൻ്റെ ഒരു അരഭാഗം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ അതങ്ങനെ തിളച്ച് വരുമ്പം നമ്മൾ തക്കാളിയൊക്കെ ഉള്ളതല്ലേ, അപ്പം അതിൻ്റെ വെള്ളം തന്നെ ഇങ്ങനെ കൂടി വന്നോളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്കൊരു നെല്ലിക്കക്കുരുവിൻ്റെ അതേ രൂപത്തിലുള്ള ഒരു പുളി ഉണ്ടല്ലോ, അത് നമുക്ക് അതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഞാൻ കയ്പൊക്കെ ഒന്ന് നല്ലോണം വെന്ത ശേഷം അതെടുത്ത് മാറ്റണം കേട്ടോ നമുക്ക്. അതിനാണ് ഞാൻ നല്ലോണം
തട്ടി അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് എടുക്കല്ലോ, നടുവിലങ്ങനെ അതങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടോ. ഒരു ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ഒന്ന് നല്ലോണം അടച്ച് വെക്കുക. അങ്ങനെ നമ്മളെ കയ്പ്പൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മളിതാ ആദ്യം ഒഴിച്ചതിലും കൂടുതലും വെള്ളമൊക്കെ ഉണ്ടിട്ട് അതിൽ. അപ്പം ഞാൻ ഫസ്റ്റ് ഇട്ടത് ഒരു നുള്ള് പഞ്ചസാരയാണ് കേട്ടോ. അതിന് ശേഷം ഞാൻ ആ പുളിയൊക്കെ എടുത്ത് മാറ്റി പിന്നെ ഇതാ ഒരു നുള്ള് നമ്മളെ കുരുമുളകും പൊടി ഉണ്ടല്ലോ, എന്നിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കൊടുത്തിട്ടോ. എന്നിട്ട് നമ്മൾ ഉലുവപ്പൊടി ഉണ്ടല്ലോ, ആ ഉലുവപ്പൊടി ഒന്ന് വറുത്ത് പൊടിച്ച് വെച്ച ഉലുവപ്പൊടിയാണ് കേട്ടോ. അതും കൂടെ അതിലേക്ക് വെതറിക്കാണ്ട് 2-3 നമ്മൾ കുറച്ച് കരിവേപ്പിലൊക്കെ നല്ലോണം ഇട്ട് കൊടുക്കട്ടോ. അപ്പം നമ്മൾ ഈ ഒരു കയ്പ്പക്കറി അച്ചാറിൻ്റെ അതേ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നല്ല അടിപൊളിയാണ്. പിറ്റേന്നൊക്കെ ഇതിലേറെ ടേസ്റ്റ് ഉണ്ടാവും. നമുക്ക് വേണമെങ്കിൽ അച്ചാറിനെ പോലെ കുപ്പിയിലൊക്കെ ആക്കിക്കാണ്ട് ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് തിന്നുമ്പോൾ ഒന്ന് ചെറുതാക്കി ഒന്ന് ചൂടാക്കി കഴിക്കുമ്പോൾ ഒരുപാട് ദിവസത്തേക്ക് ഇത് കേടൊന്നും വരില്ല കേട്ടോ. അത്രക്കും ടേസ്റ്റാണ് ഈ ഒരു കറിക്ക്. ഉലുവപ്പൊടിയും നമ്മളെ കുരുമുളകിൻ്റെ പൊടിയും ഒക്കെ ഇട്ടതുകൊണ്ട് ഒരു കേടും വരില്ല കേട്ടോ. അപ്പോൾ നമ്മളെ കയ്പ്പ റെസിപ്പി ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമ്മളെ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം കേട്ടോ. അസ്സലാമു അലൈക്കും.